ഇനി തെക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അജ്മൽ ദിറാറാണ്. അജ്മൽ, വെരി ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുന്നത്? ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ സ്പാകളിൽ കഴിഞ്ഞ ദിവസം പരിശോധന തുടരും. മേയർ വി രാജേഷിന്റെ കുറച്ച് നടപടികൾ ഇന്നലെ എടുത്തിരുന്നു. ഇനി സർക്കാർ മെഡിക്കൽ കോളേജിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിഷയത്തിൽ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ സമരം KGMCTA തുടരാൻ തീരുമാനിച്ചിരിക്കുകയുമാണല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. നമ്മൾ തെക്കൻ കേരളത്തിൽ ഒരു വാർത്താ പകൽ കൂടി തുടങ്ങുമ്പോൾ ഇവിടെ നിന്നും നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ ഒരുപാട് വാർത്തകളൊന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. അതിൽ രണ്ട് കേസിലും ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ഒന്ന് കട്ടിളപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് സ്വർണ്ണം അപഹരിച്ചെന്നുള്ള കേസിലാണ്. മറ്റൊന്ന് ദ്വാരപാലക ശില്പപ്പാളികളിൽ നിന്ന് സ്വർണ്ണം അപഹരിച്ച കേസ്. രണ്ട് കേസിലും ഒരുമിച്ചാണ് ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ എതിർക്കുന്നുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് SIT കൂടി ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ശബരിമലയിൽ നടന്ന എല്ലാ കൊള്ളയും അതുമായി ബന്ധപ്പെട്ട എല്ലാ അനധികൃത പ്രവർത്തനങ്ങളും ഈ തന്ത്രിയുടെ അറിവോടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടി മൗനാനുവാദത്തോടു കൂടിയാണ് നടന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്തു വിടുക എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി, അതിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ഉണ്ടാകുന്നതാണ് എന്നാണ് SITയുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം കോടതിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തന്ത്രിക്ക് ഇതുകൂടി പരിഗണിച്ച ശേഷമാകും കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുക. അതുകൂടാതെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും SIT ഊർജിതമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ ബന്ധപ്പെട്ട ഉന്നത ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കൂടുതലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ കൂടി SIT തേടുന്നുണ്ട്. അതുകൂടാതെ ആന്റണി MBയെയും പിന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് തുറന്നു കാണുന്നത്. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് MP നൽകിയ മൊഴി കൂടി വിശദമായി SIT പരിശോധിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആ വിഷയത്തിൽ തന്നെ വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം VSCയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം, അന്തിമ ഫലം SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സ്വർണത്തിൽ നിന്നെടുത്ത സാമ്പിളുകളിൽ നിന്ന് പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൂടി കോടതിയിൽ നൽകിയ ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലാകും SIT വിഷയത്തിലുള്ള കുറ്റപത്രം സമർപ്പിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത KGMCTA ബന്ധപ്പെട്ടാണ്. ഈ KGMCTA ബന്ധപ്പെട്ട് അവർ നടത്തിയ സമര പരിപാടികൾ ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 2025 ജൂൺ മാസമാണ് അവർ അതിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചത്. അവരുടെ ശമ്പള കുടിശ്ശിക, അതിൻ്റെ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കുടിശ്ശികകൾ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും രോഗികൾക്ക് ആനുപാതികമായി സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപക ഡോക്ടർ നിയമനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം തുടങ്ങിയിരുന്നത്. അതിൻ്റെ രണ്ടാം ഘട്ടം എന്നോളം OP ബഹിഷ്കരണം അടക്കമുള്ള വളരെ നിർണായകമായ സമര രീതികളിലേക്ക് അവർ കടന്നിട്ടുണ്ടായിരുന്നെങ്കിലും സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആ വിഷയത്തിൽ അവർ ആ സമരത്തിൽ നിന്ന് അല്പം പിന്നാക്കം പോയിരുന്നു. എന്നാൽ സർക്കാർ ഇപ്പോഴും അവരുടെ പരിഗണിക്കപ്പെടേണ്ടതായ വിഷയങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് കാട്ടി അവർ വീണ്ടും സമര പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യതകൾ നിലനിൽക്കുന്നത്. ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമാകും ആ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ അവരൊരു തീരുമാനമുണ്ടാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. തിരുവല്ലയിൽ കഴിഞ്ഞ ദിവസം സ്പായിലുണ്ടായ സ്ത്രീക്ക് നേരെ ഉണ്ടായ ഒരു ലൈംഗികാതിക്രമ കേസ് കേരളത്തിലേറെ ചർച്ചയായ വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തും അതിൽ നിന്ന് വിഭിന്നമല്ല. ഇത്തരത്തിൽ നിരവധി അനധികൃത സ്പാകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കീഴിൽ നമ്മൾ തിരുവല്ലയിൽ കണ്ടുപോലെയുള്ള ഗുണ്ടാ പിരിവുകളും ഗുണ്ടാ സംഘങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പോലീസുമായി ചർച്ച നടത്തുകയും കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിലുള്ള ഈ സ്പാ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അതിൻ്റെ നടപടികളിലേക്ക് ഇന്നലെ വൈകിട്ട് തന്നെ കടക്കുകയും ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള 2 അനധികൃത സ്പാകൾ പൂട്ടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തുടർന്നും ഇന്നും അതിൻ്റെ പരിശോധനകൾ തുടരുമെന്ന് തന്നെയാണ് ക്രിസ്റ്റീന കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, അജ്മൽ ദിറാറാണ് തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.